ഇതിന് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2 മാസം മുമ്പ് അവിടെ അപകടമുണ്ടായി ഒരു കുട്ടി മരണപ്പെട്ടതാണ്. അതിനുശേഷവും യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഈ പാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത് ടൂറിസം വകുപ്പിന് നിരോധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. ഇപ്പോൾ നമ്മുടെ വെമ്പായത്തെ ഹാപ്പി ലാൻഡ് നമ്മൾ ലോക്കൽ ബോഡിയാണ് ഇതിന് പ്രവർത്തനാനുമതി കൊടുത്തത്. ആ വകുപ്പ് വഴിയും ജില്ലാ ഭരണകൂടം വഴിയും ആ ലോക്കൽ ബോഡിയോട് ഇതിന് നൽകിയിരിക്കുന്ന പ്രവർത്തനാനുമതി അത് താൽക്കാലികമായി റദ്ദ് ചെയ്ത് മതിയായ സുരക്ഷാ പരിശോധനകൾ നടത്തി അവർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കണം. അത് പറയാൻ കാരണം ഇതിന് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2 മാസം മുമ്പ് അവിടെ അപകടമുണ്ടായി ഒരു കുട്ടി മരണപ്പെട്ടതാണ്. അതിനുശേഷവും യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഈ പാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വകുപ്പിൻ്റെ ചുമതലപ്പെട്ട സെക്രട്ടറിയും ഡയറക്ടറും എല്ലാം ഉണ്ട്. നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഒരു സുരക്ഷാ പരിശോധന ഇത്തരം സ്ഥലങ്ങളിൽ, അത് ഗവൺമെൻറ്റിന് നമുക്ക് 17ലെയും 19ലെയൊക്കെ പോളിസീസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. ഗവൺമെൻറ് പാസ്സാക്കിയ നയമുണ്ട്, ആക്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്തും. ഈ അനുവാദം ഇത്തരം സ്ഥാപനങ്ങളിൽ നൽകിയിരിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ലോക്കൽ ബോഡികളാണ്. പക്ഷെ ഒരു സുരക്ഷാ പരിശോധന നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിപ്പിക്കുന്നതാണ് ഈ സംഭവം. അതുണ്ടാവും. തീർച്ചയായും അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവമായിട്ട് പരിശോധിക്കും. കാരണം അന്ന് അതങ്ങ് ഒതുക്കപ്പെട്ട പോലെയാണ് എനിക്കും തോന്നിയത്. കാരണം ഒന്നാമത് എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് സമയമാണ്, എല്ലാവരും മാധ്യമങ്ങളും എല്ലാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ശ്രദ്ധയിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായി മരണം സംഭവിച്ചിട്ട് പോലും അത് ആ ഗൗരവത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്. തീർച്ചയായും അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പോലീസിനും മറ്റ് അതോറിറ്റീസിനും നിർദ്ദേശം കൊടുക്കും. ഇല്ല, അവരുടെ പരാതി കിട്ടുമ്പോൾ അത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. എന്നിട്ട് അവർക്ക് നീതി കിട്ടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ചെയ്യും. ഈ അഡ്വഞ്ചർ ടൂറിസം പാർക്കിനകത്തുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് കൂടി ഒരു റെഗുലേഷൻ, നമ്മളിപ്പോൾ അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹസിക ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്കാണ് അത് വരുന്നത്. പക്ഷേ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾക്കകത്തുള്ള റൈഡുകളുടെ കാര്യത്തിൽ കൂടി ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കണം. നിലവിൽ അതില്ല. നമ്മളിപ്പം നമ്മുടെ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മുടെ ഇടപെടാനുള്ള കാര്യം. അത് ആലോചിക്കാം, ശരിക്കും ആലോചിക്കേണ്ടതാണ്.